10ാം ക്ലാസ് പാസ്സാവാത്ത ഡോക്ടർ എന്ന് പറഞ്ഞൊരു ഫേമസ് ആയ ഒരു 10ാം ക്ലാസ് പാസ്സായ ഡോക്ടർ. അതെ, പാസ്സായിട്ടുണ്ട്. നമസ്കാരം, അച്ചായൻസ് മീഡിയയിലേക്ക് സ്വാഗതം. ലോകത്തിൽ കണ്ടുപിടുത്തങ്ങളിലെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരാൾ നമുക്കുണ്ട്. ഇന്നേ ദിവസം വരെ കണ്ടുപിടിക്കാത്ത പല ഐറ്റങ്ങളും കണ്ടുപിടിച്ച ഡോക്ടർ മോഹൻകുമാർ നമ്മൾ പല സംഭവങ്ങളിലും വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ലോകത്തിൽ ആദ്യമായി കണ്ടുപിടിക്കുന്ന ഒരു മെഷീനാണ് കപ്പ സ്ലൈസ് ചെയ്യുന്ന ഒരു മെഷീൻ. ധാരാളം ഉണ്ട്. പക്ഷെ ഇവിടെ പലരും വന്ന് കണ്ടതില് അവരെല്ലാം അഭിപ്രായപ്പെട്ടെന്ന് പറഞ്ഞാൽ ഇങ്ങനെ സംഭവം വേറെ എങ്ങും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അതെ, അത്രേ എനിക്കറിയത്തുള്ളൂ. ചരിത്രത്തിലെ പല പല സംഭവങ്ങൾ ആദ്യമായി കണ്ടുപിടിച്ചല്ലേ. ഡോക്ടർ സ്ഥാനം കിട്ടിയത് വെറുതെ ഒന്നല്ല, ഈ കണ്ടുപിടുത്തങ്ങളിലൂടെ മാത്രം. ആദ്യത്തെ കണ്ടുപിടുത്തം അതായത് കപ്പ് ഹാങ്ങർ മേക്കിംഗ് മെഷീൻ, അത് ലോകത്തിൽ ആദ്യമായി. നമ്മുടെ റബ്ബറിന്റെ ചിരട്ട വെക്കുന്ന ആ കമ്പി, അത് നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പൊ അതിന്റെ കണ്ടുപിടുത്തത്തിനാണ് എനിക്ക് ഡോക്ടറേറ്റ് കിട്ടിയത്. പിന്നെ നമ്മൾ ചെയ്യുന്ന വർക്കുകളെല്ലാം ഇതുപോലെ പുതുമയുള്ളത് എന്ന് പറഞ്ഞാല്, ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഈ മെഷീൻ തന്നെ പലരും വന്ന് കണ്ടിട്ട് അപ്പൊ ഇങ്ങനൊരു സംഭവം, ഇങ്ങനൊരു മെഷീൻ ഇല്ല എന്നാണ് അവര് പറഞ്ഞത്. എന്തോ സാറേ സംഭവം ഇത്? അതായത് കപ്പ സ്ലൈസർ, നമ്മുടെ മരച്ചീനി അത് സ്ലൈസ് ചെയ്യുന്ന ഒരു മെഷീൻ. മരച്ചീനി അല്ലെങ്കിൽ പൂള, കപ്പ കിഴങ്ങ് പറയില്ലേ. അപ്പം ഈ ഒരു മെഷീൻ ഇത് നമുക്ക് ഒരു ഓർഡറാണ്, ഒരു പിന്നെ കസ്റ്റമർ ആവശ്യപ്പെട്ടിട്ട് ഡിസൈൻ ചെയ്തെടുത്തതാണ്. അപ്പൊ ഈ ഒരു മെഷീന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 1 മിനിറ്റില് നമുക്ക് 10 കിലോയിൽ കൂടുതൽ കപ്പ സ്ലൈസ് ചെയ്യാം. 1 മിനിറ്റില് 10 കിലോയിൽ കൂടുതൽ കപ്പ സ്ലൈസ് ചെയ്യാം. അത്രത്തോളം ഉള്ള ഒരു ഹൈ സ്പീഡ് മെഷീനാണ്. അപ്പൊ ഈ മെഷീനെ കുറിച്ച് പിന്നെ ഇപ്പൊ ഇങ്ങനെ ഒരു സാധനം, അപ്പം സാധാരണ നമ്മൾ ഈ പച്ചക്കറി അരിയുന്ന മെഷീൻ എല്ലാം നിലവിൽ ഇഷ്ടം പോലെ ഉള്ളതാണ്. ഉള്ളി അരിയുന്ന, ഉരുളൻ കിഴങ്ങ് ഇങ്ങനൊക്കെ ഒത്തിരി മെഷീൻ ഉള്ളതാണ്. അപ്പം ഞാൻ അദ്ദേഹത്തിനോട് ഇതിന് ഞാൻ ഒരു കാര്യം പറഞ്ഞപ്പോഴേ പറഞ്ഞു, ഇതൊക്കെ എല്ലായിടവും കിട്ടുന്നില്ലേ, കോയമ്പത്തൂരൊക്കെ ചെന്നാൽ ഇഷ്ടംപോലെ മെഷീനൊക്കെ കിട്ടും എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം വേണ്ട 5-6 വർഷം കൊണ്ട് ഈ ഫീൽഡിലാണ്. അപ്പം അദ്ദേഹം പറഞ്ഞു, അതായത് ഇങ്ങനെയുള്ള ഇതിനകത്തൊന്നും കപ്പ അരിയാൻ പറ്റത്തില്ല. കപ്പ അരിഞ്ഞു കഴിഞ്ഞാൽ ഇത് പൊടിഞ്ഞു പോകും. കാരണം ഇത് പൊടിഞ്ഞു പോയി കഴിഞ്ഞാൽ ഈ ചിപ്സ് ഇപ്പൊ ഇതാണ് ഇതിന്റെ ചിപ്സ്. ഇതിപ്പോ അരിഞ്ഞു വെച്ചിരിക്കുക. അപ്പൊ ഇതിനൊരു അദ്ദേഹം ഒരു അളവും തന്നിട്ടുണ്ട്. അപ്പൊ പിന്നെ ഇത്ര നീളം, ഇത്ര വീതി, ഇത്ര കനം എന്നുള്ള ഒരു അളവ്, ഒരേ കനം, ഒരേ സൈസിലാണ് ഇതിൽ വീഴുന്നത്. പിന്നെ ഇപ്പൊ ഇതിനകത്ത് പീസ് വ്യത്യാസം വരുമെന്ന് പറഞ്ഞാൽ ഈ കപ്പയുടെ ഷേപ്പ് എന്നൊരു റൗണ്ട് ഒക്കെ വരത്തില്ലേ, അപ്പൊ അത് കനം സെയിം ആയിരിക്കും, പക്ഷെ ആ റൗണ്ട് വരുന്ന ഭാഗത്ത് സൈസ് കുറവായിരിക്കും. ഈ പച്ചക്കറി എന്ന് പറയുമ്പോൾ ഒരു ഫ്ലെക്സിബിലിറ്റി ഉള്ളത് കൊണ്ട് മുറിഞ്ഞു പോകത്തില്ല. കപ്പയാകുമ്പോൾ പെട്ടെന്ന് കപ്പയ്ക്ക് അത് ആ മെറ്റീരിയലിന്റെ ഒരു ഇതാണ്. ഇതിപ്പോ നമ്മൾ എന്തൊക്കെ ആവശ്യത്തിന് ചിപ്സിന് വേറെ ചിപ്സ് പിന്നെ ഇദ്ദേഹം ഈ ബേക്കറി തോറും ഈ റോ മെറ്റീരിയൽ സപ്ലൈ ചെയ്യുന്ന ഇതാണ്. അത് ഇനി അതിന്റെ ഫുൾ പ്രോസസ്സും പുള്ളി തന്നെ ഇനി തുടങ്ങാൻ. മെഷീന്റെ വേറെ ഓർഡറുകൾ വരുന്നുണ്ടോ? ഓർഡറുകൾ ഇപ്പോൾ ഇങ്ങനൊരു ഓർഡർ വന്നതാണ്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് അപ്ഡേഷൻ ഉണ്ട്. അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ ഇത് ഫുള്ളി ഓട്ടോമാറ്റിക് ആക്കാനുള്ള ഒരു ഇതാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഫുൾ ആയിട്ടുള്ള കപ്പ മെഷീനകത്ത് മറ്റൊരു ട്രേയിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ സൈസ് പീസായി വന്നിട്ട് പിന്നെ ഇതിനകത്തോട്ട് ഈ ചിപ്സ് വരുന്ന ചീനി ഇതിൽ കൊണ്ടുവന്ന് ഇട്ടാൽ അത് തൊലി കളഞ്ഞ് വൃത്തിയായി ഇതേപോലെ ചെറിയ പീസുകളായി ചിപ്സ് ആയിട്ട് ഈ സ്ലൈസ് ചെയ്ത് ചിപ്സ് ആയിട്ട് വീഴുന്ന രീതിയിൽ അത് ഇതിനകത്ത് അറ്റാച്ച് ചെയ്യാവുന്ന രീതിയിലാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത്. അതായത് ഒരു മിനിറ്റില് 10 കിലോയിൽ കൂടുതൽ നമ്മൾ കൃത്യമായിട്ട് നോക്കില്ല എങ്കിലും തൊഴിലാളികളുടെ ലാഭം. അതെ, ഇത് ഇപ്പൊ ഈ മെഷീൻ ഫുള്ളി ഓട്ടോമാറ്റിക് ആയ ഒരാൾ നോക്കാൻ മതി. സാധനം ഇട്ട് കൊടുത്താൽ മതി. ഇതിപ്പോ എവിടുന്നാ ഓർഡർ വന്നേക്കുന്നത്? ഇത് കുളത്തൂപ്പുഴ സൈഡിൽ നിന്നാണ്. നമുക്ക് ഇതിന് എന്തോ കോസ്റ്റ് വരുന്നുണ്ട്? കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ വർക്ക് ഇനി കൂടുതൽ ഇത് കിടക്കുന്നുണ്ട്. നമുക്കിപ്പോ കോസ്റ്റിന്റെ ഒരു രീതിയിലേക്ക് വന്നിട്ടില്ല. അത് മാത്രമല്ല, ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ഒത്തിരി നഷ്ടം വരും. അല്ലെങ്കിൽ നമ്മളൊരു എല്ലാം പ്ലാൻ ചെയ്താണ്. മാത്രമല്ല ഇതിന്റെ കസ്റ്റമർ, അതായത് ഇതിന്റെ ഓരോ ഘട്ടങ്ങളും അദ്ദേഹം വന്ന് കണ്ട് പുള്ളിയുടെ ഒരു എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടി ശരിക്കും ഇത് കസ്റ്റമൈസ്ഡ് ആണ്. നമ്മൾ ചെയ്യുന്ന എല്ലാ മെഷീനറിയും കസ്റ്റമൈസ്ഡ് ആണ്. അപ്പൊ അദ്ദേഹത്തിന് ഇതിന്റെ ഓരോ ഘട്ടങ്ങൾ കാണിച്ച് പുള്ളിയുടെ അഭിപ്രായം അറിഞ്ഞപ്പോൾ പുള്ളി അതിലെല്ലാം സാറ്റിസ്ഫൈഡ് ആയി. ഇത് പൂർണ്ണ രൂപത്തിലായോ? ഇത് ഇതിന്റെ ഒന്നാം ഘട്ടം. ഇനി ഇതിന്റെ ഫുൾ ഓട്ടോമാറ്റിക് കൊണ്ടുവന്ന് ഇട്ട് ചെയ്യുന്ന അതിനകത്ത് അറ്റാച്ച് ചെയ്യും. ആ രീതിയിലാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത്. അതെല്ലാം ഒറ്റ മെഷീനായിട്ടാണോ? അതെ, ഇത് അപ്പം ഫലത്തിന് ഒറ്റ മെഷീനാണ്. പക്ഷെ ഇതിന്റെ ഇവിടുന്ന് ഇങ്ങോട്ടൊരു അറ്റാച്ച്മെന്റ് വരും. അപ്പൊ അതിനകത്ത് നമുക്ക് കപ്പ ഇട്ട് കൊടുത്താൽ നിലവിൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ മാത്രം ചെയ്യുന്നവർക്കേ പറയാതെ. അതെ, അദ്ദേഹം ഇത് പിന്നെ വ്യാവസായിക അടിസ്ഥാനത്തിലാണ് ഇത് ചെയ്യുന്നത്. പല ഈ ഷോപ്പുകൾ തോറും ഇതിന് റോ മെറ്റീരിയൽ സപ്ലൈ ചെയ്യുന്നതാണ്. അപ്പൊ അവർക്ക് ഇത് എന്ന് പറഞ്ഞാൽ മാൻ പവർ, അതായത് ലേബേഴ്സിനെ കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ ഒരു മെഷീൻ ശരിക്കും എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇതല്ലാതെ ഇത്രയൊക്കെ അരിഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് സമയം എടുക്കും. ഇത് നമുക്ക് 1 മിനിറ്റിൽ 10 കിലോ കപ്പ ആവറേജ്, അതിൽ കൂടുതൽ നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കാം.
ഓക്കെ, നമുക്ക് മെഷീൻ്റെ പ്രവർത്തനം ഒന്ന് കാണിക്കാം. പിന്നെ അതിലൊരു മെഷീൻ്റെ പാർട്സ് ഇതെല്ലാം പിന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തുരുമ്പ് പിടിക്കുന്ന ഒന്നും പേടിക്കണ്ട. പിന്നെ അതുപോലെ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ബ്ലേഡൊക്കെ നമുക്ക് ഈസി ആയിട്ട് ചേഞ്ച് ചെയ്യാം. എല്ലാം വളരെ സിമ്പിളായിട്ട് എന്ന് പറഞ്ഞാൽ മെയിൻ്റനൻസ് ഫ്രീ. ഇത് ശരിക്കും ഇതിനകത്ത് ഒരു മെയിൻ്റനൻസും ഇല്ല. ആ രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കപ്പ ഇങ്ങനെ തള്ളുവോ അല്ലയോ? ഇപ്പം നമ്മൾ മാനുവലായിട്ട് അതിനകത്തൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് ഫുള്ളി ഓട്ടോമാറ്റിക്. പിന്നെ ഇവിടെ ഒന്നും ചെയ്യേണ്ട. അതിൽ തന്നെ നമ്മൾ പ്രഷർ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രഷറിൽ ഇത് നീങ്ങി വന്ന് അരിഞ്ഞോളും. ഇത്രയും കപ്പ അരിയാൻ ഏതാനും ഒരു 20 സെക്കൻഡ് പോലും എടുത്തിട്ടില്ല. അത്രയും പോലും വന്ന് എടുത്തിട്ടില്ല. ഇപ്പൊ ഏതാണ്ട് 3-4 കിലോ കപ്പയാണ് ഇപ്പോൾ അരിഞ്ഞെടുത്തത്. ഇത്രയും വളരെ ഹൈ സ്പീഡായിട്ട് നമുക്ക് പ്രോഡക്റ്റ് കിട്ടും. കൃത്യമായ രീതിയിൽ പ്രോഡക്റ്റ് കിട്ടും. അതാണ് മെഷീന്റെ പ്രത്യേകത. നമ്മുടെ ലൊക്കേഷൻ എന്ന് പറഞ്ഞത്? ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ചാനൽ 5, അതായത് കൊല്ലം ആയൂർ എളമാട് വില്ലേജ്. അപ്പോൾ എളമാട് പഞ്ചായത്തിൽ ഉൾപ്പെട്ട ഒരു ഭാഗമാണ്, 4-ാം വാർഡ് വരുന്ന ഒരു ഭാഗമാണ് കൊല്ലം ജില്ല. ഇത് ലോകത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മെഷീൻ കണ്ടുപിടിച്ചിരിക്കുന്നത്. വരുന്നവര് പറയുന്നത് അതാണ്. ഇതിന് മുമ്പുള്ള എല്ലാ ഇതേപോലൊക്കെ തന്നെ. അതെ, നമ്മൾ ചെയ്യുന്ന എല്ലാ വർക്കുകളും അത്രയും പുതുമയുള്ള എന്ന് പറഞ്ഞാല് അത് ഇല്ലാത്തതാണ്. ആരുടെയും കോപ്പിയടിയല്ല കേട്ടോ. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ചാനൽ 5 എഞ്ചിനീയറിംഗ് വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെയും കോപ്പിയടിയല്ല. കസ്റ്റമൈസ് ചെയ്ത് കസ്റ്റമറിന്റെ ചിന്ത എവിടാണോ അവിടാണ് സാർ നിൽക്കുന്നത്. അതെ, അതായത് നമ്മളിപ്പോ മെഷീനല്ല, ഏത് വർക്ക് ആയാലും ശരി തന്നെ അവർക്ക് അതിനോട് അവരെന്താണ് അവർ ആഗ്രഹിക്കുന്നത്, അവർക്ക് എന്തെല്ലാം ഫെസിലിറ്റിയാണ് അവരത് മനസ്സിൽ കാണുന്നത്. അത്രയും ഒരു സംഭവം നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിനനുസരിച്ചാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്, ഒന്നേന്ന് ഡിസൈൻ ചെയ്ത് തുടങ്ങുന്നത്. അപ്പൊ അങ്ങനെ ഒരു സംഭവം വേറെ കാണത്തില്ല, ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ല. അതാണ് എന്റെ ഒരു വിശ്വാസവും. ഏതൊക്കെ രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്? രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ പിന്നെ ഇന്ത്യയില് പിന്നെ കണ്ടുപിടുത്തങ്ങളെ ബേസ് ചെയ്ത് 7 പേരെ തിരഞ്ഞെടുത്തതിൽ ഒരാൾ ഞാനായിരുന്നു. അങ്ങനെ മലേഷ്യയിലൊരു ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തിരുന്നു. അപ്പോൾ മലേഷ്യയിൽ ഈ 14 രാജ്യങ്ങൾ ചേർന്ന് ഒരു മീറ്റിംഗ് ആയിരുന്നു. അപ്പോൾ അതിൽ കപ്പ് ഹാങ്ങർ മേക്കിംഗ് മെഷീൻ എന്ന് പറഞ്ഞാൽ അവർ എല്ലാം അംഗീകരിച്ചു. അപ്പോൾ അവരെല്ലാം അതിനുള്ള രേഖകൾ തന്നു, അതായത് ഈ മെഷീൻ ലോകത്തില്ല എന്നുള്ളത്. പിന്നെ ഞാൻ ഇപ്പോൾ സൗത്ത് ആഫ്രിക്കയിൽ നമ്മൾ മെഷീൻ കപ്പ് ഹാങ്ങർ മേക്കിംഗ് മെഷീൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കി ലോകത്ത് ഈ ഒരു സാധനം ഇല്ലെന്ന്. പിന്നെ ഉറപ്പായിട്ട് അത് ഞാൻ വിശ്വസിച്ചതെന്ന് പറഞ്ഞാൽ പേറ്റന്റിന് കൊടുത്തപ്പോൾ എനിക്ക് 7 സെർച്ച് റിപ്പോർട്ട് തന്നു. അപ്പം ലോകത്തിൽ, അതായത് ഇന്ത്യയിലില്ല, കേരളത്തിലല്ല, ഇന്ത്യയിലില്ല, മറ്റു ഒരു രാജ്യത്തും ഇല്ല, ലോകത്തിൽ ഇങ്ങനെ ഒരു മെഷീൻ ഇല്ല എന്നുള്ളതാണ് എനിക്ക് അതിന്റെ ഒരു രേഖാമൂലം എന്നെ അറിയിച്ചത്. ആ ഒരു കണ്ടുപിടുത്തത്തിനാണ് എനിക്ക് ഡോക്ടറേറ്റ് കിട്ടിയത്. ഇന്ത്യയിലല്ല, കേരളത്തിൽ മലയാളികൾക്ക് തന്നെ വലിയൊരു അഭിമാനമായ ഒരു മനുഷ്യനാണ്. അതായത് നമ്മൾ ചിന്തിക്കേണ്ടത് കേരളം അല്ലെങ്കിൽ കൊല്ലം ജില്ല ഇതൊന്നുമല്ല, കൊട്ടാരക്കരയിലെ ഒരു ചെറിയ ഗ്രാമപ്രദേശമായ വേങ്ങൂരല്ലേ? വേങ്ങൂര് ചാനൽ 5 എന്ന് പറയുന്ന എഞ്ചിനീയറിംഗ് വർക്ക്ഷോപ്പിലെ സാറിന്റെ ആ ഒരു ബുദ്ധി വൈഭവം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ കാര്യമാണ്. കാരണം ഇനിയും നിരവധി കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഇപ്പം തന്നെ ഒത്തിരി അധികം മെഷീനറികളുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. വേറെ പുതിയ ഐറ്റം ഇതൊന്നും ഇല്ലാത്തതാണ്. ഇനി പുറകാലം ഇതിലും ലേറ്റസ്റ്റ് ആയിട്ട് വരും. അതെ. ഇതതിന്റെ ഒരു ചെറിയ ഭാഗം, ചെറിയൊരു ഭാഗം, ഇതതിന്റെ ഒരു ചെറിയൊരു കുഞ്ഞൊരു ഭാഗം അത്രേ ഉള്ളൂ. മറക്കണ്ട, ഇതേപോലെ പുതിയ കണ്ടുപിടുത്തങ്ങൾ, നമ്മൾ കാണാത്ത കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിച്ച് നമ്മുടെ മുമ്പിൽ എത്തിക്കുന്ന ഒരു വലിയ സ്ഥാപനമാണ് ചാനൽ 5. താങ്ക് യു.